ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ കാർത്തികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിൻ്റെ അവിടെ ചെല്ലുവാണ് കേട്ടോ. കാർത്തിക പറയും, ഇതാ പുതിയ കമ്പനി, ഇവിടെയായിരിക്കും കേരളത്തിലെ ഹെഡ് ഓഫീസ്, കാർത്തിക ഫുഡ്സ് എന്നൊക്കെയാണ് പേരെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പ്രകാശൻ കമ്പനിയൊക്കെ നോക്കിയിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇത് ഭയങ്കര വലിയ സെറ്റപ്പാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാർത്തിക അകത്തോട്ട് കയറി പോകുമ്പം സെക്യൂരിറ്റി പറയുന്നുണ്ട് ഇൻറ്റീരിയർ വർക്കിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. പ്രകാശൻ എന്നിട്ട് സെക്യൂരിറ്റിയോട് സംസാരിക്കുമ്പോൾ സെക്യൂരിറ്റി പറയാണ്, നല്ലപോലെയൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഡം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം തരും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഇതിപ്പം മാഡത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം വേറെ ഒന്നും നോക്കാനില്ല, ഇത് തന്നെ ഒരു നല്ല അവസരമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രകാശം ചോദിക്കുന്നുണ്ട്, ഞാനകത്ത് കയറി ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പം, ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കല്യാണി അകത്ത് ഇൻറ്റീരിയർ വർക്കിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ് മാനേജറിനോട്. ആ സമയത്ത് കാർത്തിക കയറി വരുവാണ് കേട്ടോ. കാർത്തിക കയറി വന്നിട്ട് ചോദിക്കും എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കല്യാണി വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. കാർത്തിക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല, എല്ലാം കല്യാണി നോക്കിയും കണ്ടുമൊക്കെ ചെയ്താൽ മതി എന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നെ പറയും, ഞാനൊരു പുതിയ ഡ്രൈവറെ അപ്പോയിൻറ്റ് ചെയ്തു, നല്ല ഡ്രൈവിങ്ങാണ്, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങൾ പറയുമ്പോഴത്തേക്കും അവരും ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിക്കുവാണ് കേട്ടോ. ഞാൻ അയാൾക്കൊരു അഡ്വാൻസ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കാർത്തിക അവിടെ നിന്ന് പോവുകയാണ്. പ്രകാശിനെ കണ്ടിട്ട് പ്രകാശിനോട് പറയാണ്, ഇതൊരു അഡ്വാൻസ് ഇരിക്കട്ടെ, സാലറി ഒക്കെ എത്ര പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പ്രകാശം പറയും, എന്താണേലും തന്നാൽ മതി, ജീവിതത്തിൽ അതുപോലെ ഒരു അവസ്ഥയിൽ നിന്നപ്പോഴാണ് ഇപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടിയതെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും കാർത്തിക മനസ്സിൽ പറയും, താൻ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 കൊടുത്തിട്ട് പറയും, സാലറി എന്തായാലും നല്ലപോലെ ഞാൻ തന്നിരിക്കും, പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ തരും എന്ന് പറഞ്ഞപ്പോൾ പ്രകാശം കിട്ടിയ കാശൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. കാർത്തിക പറയും, പൊയ്ക്കോ, ഇന്ന് ഇത്രേ ഉള്ളൂ, എനിക്കിവിടെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറയും. പുള്ളി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതേസമയം കാർത്തിക തിരിച്ചു വന്നിട്ട് കല്യാണിയോട് മാനേജറിനോട് ചോദിക്കും, ഒരു നല്ല ഡ്രൈവറിന് എത്ര വരെ ശമ്പളം കൊടുക്കാമെന്ന് ചോദിക്കുമ്പോഴേക്കും മാനേജർ പറയും, ഒരു 20,000 വരെ കൊടുക്കാമെന്ന് പറയുമ്പം കാർത്തിക പറയും, ഞാനൊരു 25 കൊടുത്തു, നല്ല ഡ്രൈവറാണ്, മെക്കാനിക്ക് പണിയൊക്കെ അറിയാം, നിങ്ങളെ അറിയാമെന്നോ തോന്നുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, ഒന്നും അറിയാത്ത പോലെ. അത് കഴിയുമ്പോഴേക്കും മാനേജർ പറയും, ഞങ്ങളിവിടുത്തെ ഫേമസ് ഇൻറ്റീരിയർ വർക്കിൻ്റെ ആൾക്കാരല്ലേ, അറിയാത്ത ആരും അങ്ങനെ കാണുകയില്ല എന്ന് പറയും. പിന്നെ കാർത്തികയുടെ വക്കീൽ അങ്ങോട്ട് കയറി വരുവാണ് കേട്ടോ. വക്കീലിനോട് ചോദിക്കും, അമ്മ ഓക്കെ അല്ലേ, അമ്മയും കൊണ്ട് വേണം കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ, ആ ഫ്രണ്ടിൽ കണ്ട ആ വ്യക്തിയാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓരോ ആൾക്കാരെ പരിചയപ്പെടുത്തും കേട്ടോ. മറ്റേതാണ് കല്യാണി, ആ ഇൻറ്റീരിയർ വർക്കിൻ്റെ അവിടെ നേതൃത്വം നൽകുന്ന പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പറയും, ഇനി അയാൾ അനുഭവിക്കാൻ പോകുന്നുള്ളൂ, ഞാൻ അനുഭവിപ്പിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് കാർത്തിക അവിടെ ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ പ്രകാശൻ സരയുവിൻ്റെ അവിടെ ചെല്ലും കേട്ടോ. അവിടെ ചെന്നിട്ട് പ്രകാശിൻ്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുവാണ്. എന്നിട്ട് സരയുവിനോട് പറയും, ഒരു 1000 രൂപ എടുത്തിട്ട് പറയും, ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന, അമ്മ ഒരു വീട്ടിലെ വേലക്കാരിയായിട്ട് പണിയെടുക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല എന്ന് സരയുവിന് കുറച്ച് കാശ് കൊടുക്കാൻ തുടങ്ങും. സരയു, ഇതെന്തിനാണ് എനിക്ക് കാശ് ഇടുന്നത്, നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ എനിക്കാണോ കാശ് തരണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടോ. അല്ല, ഇവിടുന്ന് കുറച്ച് ദിവസം അമ്മ ഫുഡൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു, അതിൻ്റെ കണക്ക് വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാന്ന് പറയും. എന്നിട്ടിങ്ങനെ പ്രകാശൻ അമ്മയെ വിളിക്കുമ്പോഴേക്കും അമ്മ അവിടെ വരുമ്പോൾ സരി ചോദിക്കും, നിങ്ങൾക്ക് പോകണമെന്ന് ചോദിക്കുമ്പം ഭാനുമതി അമ്മയെ നൈസായിട്ട് പറയാണ്, അല്ല നിൻ്റെ അച്ഛൻ എന്തായാലും വട്ടാണല്ലോ, പുള്ളി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് ശാരിയും പറഞ്ഞിരിക്കുന്നത്, ഈ വയസ്സാം കാലത്ത് ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ, ഞാനെന്നാൽ പോയേക്കുക എന്ന് പറഞ്ഞ് പ്രകാശൻ്റെ കൂടെ ഇറങ്ങുവാണ് കേട്ടോ. പ്രകാശൻ്റെ കൂടെ ഇറങ്ങാൻ നേരത്ത് മുമ്പിലെത്തുമ്പോൾ പ്രകാശൻ പറയും, അമ്മ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ പെണ്ണുമ്പോൾ പറയും, എന്നാൽ ഞാൻ പോയി ഇച്ചിരി കറി എടുത്തുകൊണ്ട് വരാൻ മോനെ, ഇന്ന് ചെമ്മീനെ വെച്ചേക്കുന്നതെന്ന് പറയും, ഒരു കറി എടുക്കണ്ട, ഹോട്ടലിൽ പോയി അമ്മയ്ക്ക് വിഭവസമൃദ്ധമായി സാധനം മേടിച്ചുകൊണ്ട് വരുമെന്ന് തൊട്ടപ്പുറത്ത് കല്യാണിയുടെയും കിരണിൻ്റെ വീട്ടിൽ കയറി അവരോടും പറയണം, കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞ് അവരെയും വെല്ലുവിളിക്കുവാണ് കേട്ടോ. ഓരോന്നൊക്കെ പരസ്പരം പറയുകയാണ്. അത് കഴിയുമ്പോൾ പറയും, കാശ് എവിടുന്നോ തടഞ്ഞിട്ടുണ്ട് കിരണേട്ടാ, അതിൻ്റെ ആണെന്നൊക്കെ പറയും. അപ്പോൾ കിരണിന് ദേഷ്യം വരും കേട്ടോ. കല്യാണിയുടെ അമ്മയും വരുന്നുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ പറയും, ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല, പിന്നെ എന്തിനാ ഇവിടെ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പം കിരൺ പറയും, എൻ്റെ ഒരു അടിക്കേ താനുള്ളൂ, അതുകൊണ്ട് താൻ ഇവിടുന്ന് കൂടുതൽ വർത്തമാനം പറയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുമെന്ന് പറയും. അപ്പോഴും പ്രകാശം പറയുന്നുണ്ട്, അങ്ങനെ അത്രേ ഉള്ളൂ ജീവിതം എന്നറിയാവുന്നവന് ജീവിതത്തിൽ ഇനി ഒന്നും പേടിക്കാനില്ല, ഒരാളെ കൊല്ലാനാണെങ്കിലും എനിക്ക് തീരെ പേടിയില്ല എന്ന് ഓർക്കണമെന്ന് പറഞ്ഞ് അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.